സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻ്ററാക്ഷൻ ഡയഗ്രമാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഹിയർ വി ഹാവ് എ ഡയഗ്രം എബൌട്ട് ഇൻ്ററാക്ഷൻസ് ആണ്. സോ എന്തിൻ്റെ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ്? സോ ഒരു സിസ്റ്റം എടുത്താൽ ആ സിസ്റ്റം റിയൽ ടൈമിൽ എന്തൊക്കെ ഇൻ്ററാക്ഷൻസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇൻ്ററാക്ഷൻ ഡയഗ്രം വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ ബിഹേവിയറൽ ഡയഗ്രത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻ്ററാക്ഷൻ ഡയഗ്രം. So interaction diagrams are used in UML to establish communication between objects. ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ ഇൻ്ററാക്ഷൻ ഡയഗ്രം യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റേനെ മാനിപ്പുലേഷൻസ് ഒന്നും നടക്കുന്നില്ല. സോ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് മെസ്സേജ് പാസിങ്ങിലാണ്. അതായത് റിയൽ ടൈമിൽ എന്തൊക്കെ മെസ്സേജസ് നമ്മൾ പാസ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ ഈ മെസ്സേജസ് വച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിന് ഫങ്ഷനാലിറ്റി വരും. അതായത് ഇപ്പോൾ കൺസിഡർ ആൻ എക്സാമ്പിൾ, സേ നമ്മൾ ഒരു ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്. സോ ലൈബ്രറിയിൽ ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് എന്നിരിക്കട്ടെ. സോ നമ്മളുടെ ഇൻ്ററാക്ഷൻ എങ്ങനെയായിരിക്കും ആ സിസ്റ്റത്തിനോട്? സോ ഐ എം ആസ്കിങ് ദ ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം എ പെർട്ടിക്കുലർ ബുക്ക്, എ ബുക്ക് ഓൺ ജാവ കംപ്ലീറ്റ് റെഫറൻസ് എന്ന് പറയുന്ന ബുക്ക് എവിടെ കിട്ടും എന്നുള്ളത് ചോദിക്കുന്നു. സോ ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു. സോ ഇറ്റ് ഗിവ്സ് ബാക്ക് അനദർ റിപ്ലൈ. സോ ഇവിടെ മെസ്സേജ് പാസിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. സോ ആ റിപ്ലൈ എന്ന് പറയുന്നത് മേ ബി അവിടെ ഉണ്ടാകാം, അതല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. സോ ഉണ്ട് എങ്കിൽ ഇറ്റ് ഷുഡ് ഗിവ് ബാക്ക് എ റിപ്ലൈ ലൈക്ക് ഇതിൻ്റെ ഇത്ര കോപ്പീസ് അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ ഇറ്റ് ഷുഡ് ഗിവ് എ മെസ്സേജ് ബാക്ക് ലൈക്ക് ഇതിൻ്റെ കോപ്പീസ് ഒന്നും അവൈലബിൾ ഇല്ല, അല്ലെങ്കിൽ റെഫറൻസിൽ മാത്രമേ കോപ്പി അവൈലബിൾ ഉള്ളൂ. ലൈക്ക് ദാറ്റ് നമുക്ക് മെസ്സേജസ് എന്ന് പറയുന്നത് പല ടൈപ്പ് വരാം. സോ ഇൻ്ററാക്ഷൻ ഡയഗ്രമിൻ്റെ ഒരു ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നതാണ് ലൈഫ് ലൈൻ ആൻഡ് മെസ്സേജസ്. അതായത് ഒരു ഒബ്ജക്റ്റിനെയാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് അവർ തമ്മിൽ പാസ് ചെയ്യുന്ന മെസ്സേജസ്. സോ ഇൻ്ററാക്ഷൻ ഡയഗ്രം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമിൻ്റെ ഒരു ഡൈനാമിക് ബിഹേവിയർ, അതായത് അത് റിയൽ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇൻ്ററാക്ഷൻ ഡയഗ്രം കൊണ്ട് മീൻ ചെയ്യുന്നത്. So these are the main three types of interaction diagram: sequence diagram, collaboration diagram and timing diagram. സോ ഇൻ്ററാക്ഷൻ ഡയഗ്രത്തിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സീക്വൻസ്, കൊളാബറേഷൻ ആൻഡ് ടൈമിംഗ് ഡയഗ്രമായി ഡിവൈഡ് ചെയ്യാം. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. സോ വാട്ട് ഈസ് ദ നൊട്ടേഷൻ ഓഫ് ആൻ ഇൻ്ററാക്ഷൻ ഡയഗ്രം? ഇൻ്ററാക്ഷൻ ഡയഗ്രം എന്ന് പറയുമ്പോൾ അതിന് മെയിനായിട്ട് രണ്ട് കമ്പോണൻസ് ആണ്, ലൈഫ് ലൈൻ ആൻഡ് മെസ്സേജസ്. ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്ററാക്ഷനിലെ ഒരു സിംഗിൾ പാർട്ടിസിപ്പൻറ്റിനെയാണ് നമ്മൾ ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ സ്പെസിഫിക് ക്ലാസിഫയർ പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ ഇൻ്ററാക്ഷൻ. നമ്മളുടെ സിസ്റ്റത്തിലെ ഒരു പെർട്ടിക്കുലർ ആൾ എങ്ങനെ ഈ ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ലൈഫ് ലൈൻ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് കമ്പോണൻസ് വരാം, നെയിം വരാം, ലൈഫ് ലൈൻ വിത്തിൻ എ സ്പെസിഫിക് ഇൻട്രാക്ഷൻ, അതിന് ഒരു ടൈപ്പ് വരാം. സോ ലൈഫ് ലൈൻ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് നെയിം വിത്ത് ഡാഷ്ഡ് ആരോ ടിൽ ദി എൻഡ് വരെയുള്ള ഒരു ഡാഷ്ഡ് ആരോ വെച്ചിട്ടാണ്. നമ്മൾ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് വേർട്ടിക്കലി ഒരു ഒരു ഡാഷ്ഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ ദെർ ഇസ് മെസ്സേജ് വൺ മെസ്സേജ് ടു ലൈഫ് ലൈൻ 1 നിന്ന് ലൈഫ് ലൈൻ 2ലേക്ക് മെസ്സേജ് കൊടുക്കുന്നു, അതിൻ്റെ റിപ്ലൈ വരുന്നു. സെൽഫ് മെസ്സേജ്, അസിൻക്രണസ് മെസ്സേജ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. സോ ഇതെന്താണ് എന്ന് നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് ഓരോന്നും നോക്കേണ്ടതുണ്ട്. സോ കമ്മിങ് സ്ലൈഡ്സിൽ നമുക്ക് ഈ ഒരു ഡയഗ്രം എങ്ങനെ വന്നു എന്നുള്ളത് ഡെപ്തിൽ നോക്കാം. So what is the purpose of an interaction diagram?
സോ നേരത്തെ പറഞ്ഞു ഇൻട്രാക്ഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ് ദി ഡൈനാമിക് ബിഹേവിയർ ഓഫ് എ സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എപ്പോഴും ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കായിട്ട് അത് ഒരിക്കലും എപ്പോഴും ഒരേ റിസൾട്ട് അല്ല അതിന് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ബുക്കിൻ്റെ എത്ര ബുക്ക് അവൈലബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബുക്ക് കൗണ്ട് കുറയും. സോ ആരെങ്കിലും റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് കൗണ്ട് കൂടും. സോ ലൈക്ക് ദാറ്റ് നമുക്ക് ഓരോ തവണയും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിൻ്റെ ഒരു ഡൈനാമിക് ബിഹേവിയർ ഓഫ് എ സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻറ്റിൽ എന്താണ് അതിൻ്റെ ബിഹേവിയർ, ഓരോ സമയത്തും ഓരോ പോലെ ആയിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു റിസർവേഷൻ സിസ്റ്റം എടുക്കാം. സെയിം നിങ്ങൾക്ക് ഒരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. സോ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് റിയൽ ടൈമിലാണ് നിൽക്കുന്നത്. അത് ഓരോ ഇൻസ്റ്റൻറ്റിലും ഇപ്പോൾ നിങ്ങൾ ഒരു സീറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും ചിലപ്പോൾ അത് വേറെ ആൾ ബുക്ക്ഡായി കഴിഞ്ഞിരിക്കാം. നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്, പക്ഷേ നിങ്ങളത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ ചിലപ്പോൾ അത് ബുക്ക്ഡായി പോയേക്കാം. സോ ലൈക്ക് ദാറ്റ് അത്രയും ഫാസ്റ്ററായിട്ടായിരിക്കാം ചിലപ്പോൾ അത് സംഭവിക്കുന്നത്. സോ അതാണ് ഡൈനാമിക് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ നമ്മളുടെ സിസ്റ്റമിൻ്റെ മെസ്സേജ് ഫ്ലോ അറിയാൻ പറ്റും. അതായത് എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ആണ് ഈ ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ വരുന്നത് എന്നറിയാൻ പറ്റും. ഈ ഇൻട്രാക്ഷൻ ഡയഗ്രത്തിൽ ഇറ്റ് ഡിസ്ക്രൈബ് മെസ്സേജ് ഫ്ലോ ഇൻ എ സിസ്റ്റം. ഓക്കെ, ഓരോ ഒബ്ജക്റ്റുകൾ തമ്മിൽ ഇപ്പോൾ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം എടുത്താൽ ഞാൻ എന്ന് പറയുന്നത് ഞാനൊരു എൻറ്റിറ്റിയാണ്. പിന്നെ ആ റിസർവേഷൻ സിസ്റ്റം ഒരു എൻറ്റിറ്റിയാണ്. നമ്മൾ തമ്മിലുള്ള മെസ്സേജ് പാസിംഗ് ആണ്. ഐ ട്രൈ ടു ബുക്കിംഗ് എ സീറ്റ്, അത് ഒരു മെസ്സേജാണ്. അപ്പോൾ ആ മെസ്സേജ് ഫ്ലോ ആണ്. അപ്പോൾ എനിക്ക് തിരിച്ചൊരു മെസ്സേജ് കിട്ടുന്നു, സോറി ഇറ്റ് ഈസ് ഫുൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കിട്ടുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബുക്ക്ഡ് സക്സസ്ഫുള്ളി മെസ്സേജ് കിട്ടുന്നു. സോ അതാണ് മെസ്സേജ് ഫ്ലോ ഇൻ എ സിസ്റ്റം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. വി ക്യാൻ വിഷ്വലൈസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സീക്വൻസ് ഓഫ് മെസ്സേജ് പാസിംഗ് ഇൻ എ സിസ്റ്റം. സോ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെ മെസ്സേജ് പാസിംഗ്, എങ്ങനെയൊക്കെ അത് വർക്ക് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. And it describe structural aspects of various objects in the system. സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തൊക്കെ സീക്വൻസ് ഓഫ് ഇൻ്ററാക്ഷൻസ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഇൻ്ററാക്ഷൻ ഡയഗ്രത്തിൽ പറ്റും. സോ ഡിഫറെൻറ്റ് ഇൻട്രാക്ഷൻ ഡയഗ്രംസ് പറഞ്ഞു. സീക്വൻസ് ഡയഗ്രാം, കൊളാബറേഷൻ ഡയഗ്രാം ആൻഡ് ടൈമിംഗ് ഡയഗ്രാം. സീക്വൻസ് ഡയഗ്രാമിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റമിൻ്റെ മെസ്സേജ് ഫ്ലോ എങ്ങനെയായിരിക്കും. അതായത് ഞാനിപ്പോൾ ജിമെയിൽ എടുക്കുകയാണ്, അല്ലെങ്കിൽ IRCTCയുടെ സൈറ്റ് എടുക്കുകയാണ്. എന്താണ് അതിൻ്റെ, ഞാൻ ആ സൈറ്റ് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? സോ ജിമെയിൽ ആണ് എങ്കിൽ എന്നോട് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. സോ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. യൂസർ നെയിം ഒരു പേജിൽ അടിച്ചു കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യൂസർ നെയിം വാലിഡ് ആണ് എങ്കിൽ ഐ വിൽ ബി ഡയറക്റ്റഡ് ടു അനദർ പേജ്. ആ പേജിൽ എനിക്ക് പാസ്വേഡ് അടിക്കാൻ പറ്റും. പാസ്വേഡും കറക്റ്റാണ് എങ്കിൽ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ആകുന്നു. ഇതാണ് എൻ്റെ ജിമെയിലിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. മെസ്സേജിൻ്റെ ഫ്ലോ ഇതാണ്. സോ ഞാൻ ചോദിക്കുന്നു ജിമെയിലിനോട്, എൻ്റെ യൂസർ നെയിം ഇങ്ങോട്ട് ചോദിച്ചു, ഞാനത് അങ്ങോട്ടേക്ക് ഉത്തരം പറഞ്ഞു. ജിമെയിൽ എന്നോട് പാസ്വേഡ് ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞു. സോ ജിമെയിൽ വിൽ ഷോ മീ മൈ ജിമെയിൽ പേജ്. എൻ്റെ മെയിൽ ബോക്സ് ജിമെയിൽ എനിക്ക് ഓപ്പൺ ആക്കി തന്നു. IRCTCയുടെ സൈറ്റിൽ ഡിഫറെൻ്റ് ആണ്. നമുക്ക് ലോഗിൻ ചെയ്യണമെന്ന്, തുടക്കം തന്നെ ലോഗിൻ ചെയ്യണമെന്ന് കമ്പൽസറി അല്ല. സോ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ലോഗിൻ ചെയ്യാതെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് മതി ലോഗിനിങ് എല്ലാം. സോ ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ മെസ്സേജ് ഫ്ലോ എങ്ങനെ വേണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ആയിട്ട് ഈ സീക്വൻസ് ഡയഗ്രാം വെച്ചിട്ട് പറ്റും. സോ ഇറ്റ് ടു വിഷ്വലൈസ്
the sequence of message flow in a system, we can use sequence diagram. രണ്ട് ലൈഫ് ലൈനുകൾ തമ്മിൽ, രണ്ട് എന്നല്ല എത്ര വേണേലും ലൈഫ് ലൈൻസ് വരാം, ലൈഫ് ലൈനുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് കാണിക്കാനായിട്ട് നമുക്ക് സീക്വൻസ് ഡയഗ്രാം യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് കൊളാബറേഷൻ ഡയഗ്രാം. It is also called communication diagram. It shows how various lifelines in the system connect. ഡിഫറെൻറ്റ് ലൈഫ് ലൈനുകൾ തമ്മിൽ എങ്ങനെ ഇൻ്റർകണക്റ്റ് ചെയ്യുന്നു, അവരെങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്നു, ഒരുമിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് കൊളാബറേഷൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ടൈമിംഗ് ഡയഗ്രാം. ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ ഇൻസ്റ്റൻസ് അറ്റ് വിച്ച് ദ മെസ്സേജസ് സെൻഡ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ ഒബ്ജക്റ്റ്. ഇവിടെ ആ ടൈമിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. എപ്പോഴാണ് നമ്മൾ ഒരു മെസ്സേജ് അയച്ചത് എന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡയഗ്രമാണ് ടൈമിംഗ് ഡയഗ്രാം. ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ടൈമിംഗ് ഡയഗ്രാം. സോ നമ്മുടെ ഫസ്റ്റ് വൺ ഇസ് സീക്വൻസ് ഡയഗ്രാം. സോ സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് സിംപ്ലി ഡെപിക്ട്സ് ദി ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. സോ നമ്മൾ സീക്വൻസ് ഡയഗ്രത്തിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ നടക്കാവുന്ന ഇൻ്ററാക്ഷൻസിൻ്റെ ഒരു ഓർഡറാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. സോ സീക്വൻസ് ഡയഗ്രാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റമിലെ മെസ്സേജ് ഫ്ലോ എങ്ങനെയായിരിക്കുമെന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ജിമെയിൽ എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്. ആ ജിമെയിൽ എങ്ങനെ ഇരിക്കും, അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ അതിൻ്റെ ഡെവലപ്പേഴ്സ് ബിഫോർ ഹാൻഡ് ഡിസൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അവർക്ക് വേണമെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഒരു സിംഗിൾ പേജിൽ ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ യൂസർ നെയിം, പാസ്വേഡ്, ഒരു ക്യാപ്ച മെസ്സേജ് ചോദിക്കാം. സോ ഇത് ചെയ്യാതെ അവർ 2 പേജ് ഒതൻറ്റിക്കേഷനാണ്. അതായത് 2 പേജിൽ, ആദ്യത്തെ പേജിൽ യൂസർ നെയിം അടിച്ച്, സെക്കൻഡ് പേജിൽ അവർ പാസ്വേഡ് അടിച്ച്, ഇങ്ങനെ ആയിരുന്നില്ല ആദ്യത്തെ ജിമെയിൽ. അവർ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോ ഓരോ മാറ്റങ്ങൾ വരുത്തുമ്പോഴും ദേ ഡിസൈഡ് ഓൺ ഹൗ ദിസ് സിസ്റ്റം ഷുഡ് വർക്ക്. സോ സിസ്റ്റത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു മെസ്സേജ്, ഇപ്പോൾ യൂസർ ഇങ്ങനെ ചെയ്താൽ എന്താണ് തിരിച്ച് കിട്ടേണ്ടത്, അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ഹാപ്പൻ, അങ്ങനെ ഒരു സീക്വൻസ് അറിയാനായിട്ട് അത് വിഷ്വലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് സീക്വൻസ് ഡയഗ്രാം. സോ ഇറ്റ് വിഷ്വലൈസ് ദ സീക്വൻസ് ഓഫ് മെസ്സേജ് ഫ്ലോ ഇൻ എ സിസ്റ്റം. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. മെസ്സേജ് അപ്പിയർ ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ ഓൺ ലൈഫ് ലൈൻ. അതായത് ഒന്ന് കഴിഞ്ഞ് അടുത്തത്, അതിൻ്റെ ക്ലിയർ ആയിട്ട് ഏതാണ് ആദ്യം അത് കഴിഞ്ഞ് ഏതാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇൻ എ സീക്വൻസ് ഡയഗ്രാം. സോ ഇൻ സീക്വൻസ് ഡയഗ്രാം ലൈഫ് ലൈൻ ഇസ് റെപ്രസെൻറ്റഡ് ബൈ എ വേർട്ടിക്കൽ ബാർ. നമ്മൾ നേരത്തെ പറഞ്ഞു. ലൈഫ് ലൈൻ represent individual participant in a sequence diagram. സോ സീക്വൻസ് ഡയഗ്രത്തിൽ ഒരു പാർട്ടിസിപ്പൻറ്റിനെയാണ് നമ്മൾ ലൈഫ് ലൈൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ലൈഫ് ലൈൻ്റെ അകത്ത് ഇറ്റ് മേ ഹാവ് എ റെക്റ്റാങ്കിൾ കണ്ടെയ്നിങ് ഇറ്റ്സ് ഒബ്ജക്ട്സ് നെയിം. ഒരു ലൈഫ് ലൈൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാകാം, അതിൻ്റെ അകത്തൊരു ഒബ്ജക്റ്റ് നെയിം ഉണ്ടാവാം. അത് ഓപ്ഷനിലാണ്. Message flow between 2 or more objects is represented using vertical dotted line. Sequence diagram, different type of messages and operators are used. Iterations branching എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് ഡെപ്തിൽ നോക്കാം. So messages used in a sequence diagram. It can be a synchronous message, asynchronous message, return message, object creation message, object destruction message, a found message and a lost message. ഓരോന്നും എന്താണെന്ന് നോക്കാം. So this is an sequence diagram example. കസ്റ്റമർ എന്ന് പറയുന്നത് quest2, അത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. കസ്റ്റമർ ഒരു ലൈഫ് ലൈൻ്റെ പേരാണ് കസ്റ്റമർ. സോ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ ദിസ് ഇസ് കസ്റ്റമർ, ദിസ് ഇസ് ദ ലൈഫ് ലൈൻ. ഇതൊരു L1 എന്നിടാം ഞാൻ. ലൈഫ് ലൈൻ 1 ആണ്. ദിസ് ഇസ് ലൈഫ് ലൈൻ 2.
ദിസ് ഇസ് ബാങ്ക്. സോ കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള സീക്വൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ദെൻ ദർ ഇസ് അനദർ ലൈഫ് ലൈൻ 3. സോ ഇവിടെ നോക്കിയാൽ അറിയാം ലൈഫ് ലൈൻ 1ഉം ലൈഫ് ലൈൻ 2ഉം സെയിം പീരിയഡിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ലൈഫ് ലൈൻ 3ക്ക് അത്രയും പീരിയഡ് ഇല്ല. ലൈഫ് ലൈൻ 1ഉം 2ഉം എല്ലാം സ്റ്റാർട്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ലൈഫ് ലൈൻ 3 സ്റ്റാർട്ടാവുന്നത്. സോ നമുക്കിവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ ഒരു സിങ്ക്രണസ് മെസ്സേജ് അയക്കുന്നു ബാങ്കിന്. then there is an asynchronous message. ഇതൊന്നും എന്താണെന്ന് നമുക്കറിയില്ല. സോ we will be studying all this. Then a participant creation message. സോ അത് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ലൈഫ് ലൈൻ 3 ക്രിയേറ്റ് ആകുന്നുള്ളൂ. then participant deletion message. അപ്പോൾ പാർട്ടിസിപ്പൻറ്റിന് ഡിലീറ്റ് ചെയ്യാനൊരു മെസ്സേജ്, റിപ്ലൈ ചെയ്യാനൊരു മെസ്സേജ്, സെൽഫ് മെസ്സേജ്. സോ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡെപ്തിൽ നോക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. സിങ്ക്രണസ് മെസ്സേജ് എന്താണ്? സിങ്ക്രണസ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ട്. സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും തമ്മിൽ ഒരു ഒരുമയുണ്ട്. അതായത് ഒന്ന് കഴിഞ്ഞതിന് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ചതിന് റിപ്ലൈ കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ആ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു കോൺവെർസേഷൻ തീർന്നു എന്ന് നമ്മൾ പറയുകയുള്ളൂ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ അതിനെനിക്ക് റിപ്ലൈ തന്നാൽ മാത്രമേ ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുന്നുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ അതാണ് സിങ്ക്രണസ് മെസ്സേജ്. ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുകയാണ്. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഐ എക്സ്പെക്റ്റ് ദി അതർ പേഴ്സൺ ടു റിപ്ലൈ ബാക്ക് ഹിസ് നെയിം. അയാൾ അതിന് റിപ്ലൈ ആയിട്ട് അയാളുടെ പേര് പറയുകയാണ് എങ്കിൽ ദാറ്റ് മീൻസ് ആ കോൺവെർസേഷൻ അവിടെ തീർന്നു. സോ സിങ്ക്രണസ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വെയിറ്റ്സ് ഫോർ എ റിപ്ലൈ ബിഫോർ ദി ഇൻറ്ററാക്ഷൻ ക്യാൻ മൂവ് ഫോർവേഡ്. സോ ആ റിപ്ലൈ കിട്ടുന്നത് വരെ ആ ഇൻറ്ററാക്ഷൻ തീരില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് തീരും. സോ സെൻഡർ വെയിറ്റ്സ് അൺടിൽ ദ റിസീവർ ഹാസ് കംപ്ലീറ്റഡ് ദി പ്രോസസ്സിംഗ് ഓഫ് ദി മെസ്സേജ്. Caller continues only when it knows the receiver has proceeded with the previous message. സോ ഇത് കോൾ ചെയ്ത ആൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതിന് റിപ്ലൈ കിട്ടിയാൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇവിടെ ഒരു ഓപ്പൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. സോ ഈ ഒരു റെക്റ്റാങ്കിൾ കാണിക്കുന്നത് ഇത്രയും ടൈം, ഇത്രയും ടൈം ദിസ് ഈസ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ദിസ് ഈസ് ഡൂയിങ് സം വർക്ക്. സോ ഈ റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ടൈമാണ് ഈ യൂസർ ആൻഡ് ഡിവൈസിന് ചോദിച്ച ആ ഓപ്പൺ ആപ്ലിക്കേഷൻ ചെയ്യാനെടുക്കുന്ന ടൈം ഡിലേ ആണ് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. സോ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺഡ് എന്ന് പറയുന്നൊരു മെസ്സേജ് എനിക്കിവിടെ തിരിച്ച് കിട്ടുന്നു. സോ അത്രയും ടൈം യൂസർ ഈസ് വെയിറ്റിംഗ്. ഓക്കെ, ഇത്രയും ടൈം ഈ യൂസർ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. So this is how synchronous message works. Next is asynchronous message. Asynchronous message എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓഡിയോ കോൺവെർസേഷൻ, ദിസ് ഇസ് എ റെക്കോർഡഡ് വീഡിയോയിൽ ഇഫ് ഐ ആസ്ക് യു സംതിങ് യു വിൽ നോട്ട് ബി ഹിയറിങ് ഇറ്റ് അറ്റ് ദി സെയിം ടൈം. സോ അങ്ങനെയുള്ളൊരു കോൺവെർസേഷനിൽ ഞാൻ നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. സോ അങ്ങനെയുള്ള ഒരു കോൺവെർസേഷനെയാണ് നമ്മൾ അസിൻക്രണസ് മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഞാൻ അപ്പോൾ ഈ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ജസ്റ്റ് എൻ്റെ ഇൻട്രാക്ഷൻ മൂവ് ഫോർവേഡ് ചെയ്യും, ഇറസ്പെക്റ്റീവ് ഓഫ് റിസീവേഴ്സ് പ്രോസസ്സിങ് ഓഫ് ദി പ്രീവിയസ് മെസ്സേജ് ഓർ നോട്ട്. റിസീവർ ആ മെസ്സേജ് പ്രോസസ്സ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഫാക്ടറല്ല. നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് റെക്കോർഡഡ് വീഡിയോയിൽ മനസ്സിലാവില്ല. ബട്ട് ഐ മൂവ് ഫോർവേഡ് ലൈക്ക് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദിസ്. അതാണ് അസിൻക്രണസ് മെസ്സേജ്. ഒരു ലൈവ് കോൺവെർസേഷൻ ആണ് എങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ സിൻക്രണസ് മെസ്സേജ്. റെക്കോർഡഡ് കോൺവെർസേഷൻ ആണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ആൻ അസിൻക്രണസ് മെസ്സേജ്. അസിൻക്രണസ് മെസ്സേജിൽ നമ്മൾ റിസീവർ ഒരിക്കലും റിപ്ലൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. റിസീവറിൻ്റെ റിപ്ലൈ കിട്ടണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കില്ല. ഇറ്റ് വിൽ മൂവ് ഫോർവേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും സെൻഡർ. ദാറ്റ് ഈസ് അസിൻക്രണസ് മെസ്സേജ്. Then a create message.
ക്രിയേറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെസ്സേജാണ് ക്രിയേറ്റ് മെസ്സേജ്. There are situations when a particular message call require creation of an object. നമ്മൾ നേരത്തെ ആ ഒരു എക്സാമ്പിളിൽ നോക്കിയിരുന്നു. സോ ബാങ്ക് ക്യാൻ ക്രിയേറ്റ് ആൻ ഇൻഷുറൻസ് ഏജൻറ്റ്. സോ ദാറ്റ് ഈസ് എ ക്രിയേഷൻ മെസ്സേജ്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫ് ടൈം ക്രിയേറ്റ് ആകുന്നു. നെക്സ്റ്റ് വി ക്യാൻ ഡിലീറ്റ് മെസ്സേജ്. So we use delete message to delete an object. So ഒരു object deallocated, when object is deallocated memory or is destroyed within the system, we use delete message symbol. Into mark വെച്ചിട്ടാണ് അത് denote ചെയ്യുന്നത്. It destroys the occurrence of object in the system. Next is the self message. Object അതിന് തന്നെ ഒരു മെസ്സേജ് അയക്കുന്നതിനെയാണ് സെൽഫ് മെസ്സേജ് എന്ന് പറയുന്നത്. സേ എ ഡിവൈസ് ഇറ്റ് നീഡ്സ് ടു ആക്സസ് ഇറ്റ്സ് വെബ് ക്യാം. സോ ആ ഡിവൈസ് അതിൻ്റെ തന്നെ വെബ് ക്യാമിനെയാണ് ആക്സസ് ചെയ്യുന്നത്. സേ ലാപ്ടോപ്പ് യൂസിങ് ഇറ്റ്സ് ഓൺ വെബ് ക്യാം. സോ ദിസ് ഇസ് എ സെൽഫ് മെസ്സേജ്. സോ ഡിവൈസ് വോണ്ട് ടു ആക്സസ് ഇറ്റ്സ് വെബ് ക്യാം. ദാറ്റ് ഈസ് എ സെൽഫ് മെസ്സേജ്. സ്വയം അതിന് തന്നെ അയക്കുന്ന മെസ്സേജാണ് സെൽഫ് മെസ്സേജ്. Then we can have a reply message. റിസീവർ നമ്മുടെ സെൻഡർക്ക് തിരിച്ചയക്കുന്ന മെസ്സേജാണ് റിപ്ലൈ മെസ്സേജ്. റിപ്ലൈ മെസ്സേജ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എന്തെങ്കിലും ചോദിക്കുന്നു, അതിന് റിപ്ലൈ ആയിട്ട് കിട്ടുന്നതാണ് റിപ്ലൈ മെസ്സേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സേ ഡിവൈസ് ഇറ്റ് ആസ്ക് ഫോർ ഗെറ്റ് ഫോട്ടോ ചോദിക്കുന്നു. ഇഫ് യൂസർ സെൻഡ്സ് ബാക്ക് എ ഫോട്ടോ, then that is a reply message. Reply message ഡോട്ടഡ് ലൈൻസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ 4 എന്ന് പറയുന്നത് ഒരു റിപ്ലൈ മെസ്സേജാണ്. 2 എന്ന് പറയുന്നത് ടു ആക്സസ് വെബ് ക്യാം എന്ന് പറയുന്നത് സെൽഫ് മെസ്സേജാണ്. 1 ഓപ്പൺ ആപ്ലിക്കേഷൻ ഒരു അസിൻക്രണസ് മെസ്സേജാണ്. സേ 3 ഗെറ്റ് ഫോട്ടോ, ദാറ്റ് ഈസ് എ സിൻക്രണസ് മെസ്സേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Next is a found message. Found message is used to represent scenario where an unknown source sends the message. Okay, ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സോഴ്സ് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ വി ക്യാൻ യൂസ് എ ഫൗണ്ട് മെസ്സേജ്. സോ നമ്മൾ അത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു സർക്കിൾ, സോളിഡ് സർക്കിൾ വിത്ത് ആൻ ആരോ മാർക്ക് വെച്ചിട്ടാണ്. സോ ഒരു ഹാർഡ്വെയർ ഫെയിലിയർ വന്നു, സോ വി നീഡ് സംതിങ് ഈസ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നതിനെയാണ് നമുക്ക് ഒരു അൺനോൺ സോഴ്സിൽ നിന്ന് സംതിങ് ഹാപ്പൻഡ്, സോ ദാറ്റ് മെയ്ഡ് എ ഹാർഡ്വെയർ ഫെയിലിയർ. that we can denote by using a found message. Next is a lost message. സോ ഫൗണ്ടും ലോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഇസ് ഫൗണ്ടിൽ നമ്മളുടെ ആരോ മാർക്ക് ഉള്ളിലേക്കായിരുന്നു, ലോസ്റ്റിൽ നമ്മുടെ ആരോ മാർക്ക് പുറത്തേക്കാണ്. സോ a lost message is used to represent a scenario where the recipient is unknown to the system. സോ നമ്മളുടെ റെസിപ്പിയൻ്റ് അൺനോൺ ആകുമ്പോൾ നമുക്കൊരു വാർണിംഗ് പോലെയൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ലോസ്റ്റ് മെസ്സേജ് യൂസ് ചെയ്യാം. So this is a sequence diagram for an emotion based music player. സോ ഇമോഷൻ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇമോഷൻ ബേസ് ചെയ്തിട്ട് മൂഡ് ഡിസ്പ്ലേ ചെയ്ത് ആ മൂഡിന് പറ്റുന്ന മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇഫ് ഐ എം സാഡ് ഒരു സാഡ് മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ഇഫ് ഐ എം ഹാപ്പി ദെൻ ഒരു ഹാപ്പി മ്യൂസിക് വിൽ ബി പ്ലേഡ്. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണിത്. സോ അതിൽ അപ്പോൾ 3 ലൈഫ് ടൈംസ് അല്ലെങ്കിൽ 3 ഒബ്ജക്ട്സ് ആണുള്ളത്. ഒരു യൂസറുണ്ട്, ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഡാറ്റാ ബേസ് ഉണ്ട്. സോ യൂസർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. സോ ഡിവൈസ് ഇറ്റ് ആക്ച്വലി ആക്സസ് ദ വെബ് ക്യാം. സ്വന്തം ആ ഡിവൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ സേ നിങ്ങളുടെ ഫോണാകാം. നിങ്ങളുടെ ഫോണിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ
ഡിവൈസിൻ്റെ അകത്ത് ഫോണോ ഈ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അത് ആ ഫോണിൽ തന്നെയുള്ള ക്യാമറേനെ ആക്സസ് ചെയ്യാനായിട്ട് നോക്കുന്നു. സോ ഇറ്റ് ഗെറ്റ്സ് എ ഫോട്ടോ. സോ ഡിറ്റക്ട് ഫേസ്, ഗെറ്റ് എ ഫോട്ടോ ഫ്രം ദി യൂസർ. ആ ഫോട്ടോയിൽ നിന്ന് ഇറ്റ് ഡിറ്റക്ട്സ് എ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഡിവൈസിന് കൊടുക്കുന്നു. ഡിവൈസ് വാട്ട് ഇറ്റ് ഡസ് ഇസ് ഇറ്റ് ഡിസ്പ്ലേസ് എ മൂഡ്. സോ മൂഡ് നമ്മുടെ ആ ഫേസിൽ നിന്ന് ഇറ്റ് ഡിറ്റക്ട്സ് ഇറ്റ്സ് മൂഡ്. സോ കൺസിഡർ നമ്മുടെ ഡിവൈസ് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്. അതാണ് നമ്മുടെ സിനാരിയോ. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇമോഷൻ ബേസ് ചെയ്യാം എന്നുള്ളത് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. സോ വാട്ട് ഈസ് ദ ഇൻ്ററാക്ഷൻ ഹാപ്പനിങ് എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. സോ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആ ആപ്ലിക്കേഷൻ വെബ് ക്യാം ഡിറ്റക്റ്റ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നു, മൂഡ് ഡിസ്പ്ലേ ചെയ്യുന്നു. സോ മൂഡ് ഡിസ്പ്ലേ ചെയ്ത് എന്നോട് പറയുന്നു നിങ്ങളുടെ മൂഡ് ഇതാണെന്ന് പറയുന്നു. സോ മൂഡ് ഡിസ്പ്ലേ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് മൂഡ് റിട്രീവ് ചെയ്യാനായിട്ട് ഡാറ്റാബേസിൽ പോകണം. സോ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിറ്റക്ട് ഫേസ് കഴിയുമ്പോൾ ഈ മൂഡ് എങ്ങനെയാണ് റിട്രീവ് ചെയ്യുന്നത്? ഇറ്റ് ഹാസ് എ ഡാറ്റാബേസ്. ആ ഡാറ്റാബേസിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ കുറേ ഫോട്ടോസ് അതിൻ്റെ അകത്തുണ്ടാവും. ഹാപ്പി, സാഡ്, ആംഗ്രി, ലൈക്ക് ദാറ്റ് കുറേ ഇമോഷൻസ് അതിൻ്റെ അകത്ത് സ്റ്റോർഡ് ആണ് എന്നിരിക്കട്ടെ. സോ അത് വച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഹാപ്പി ഫേസ് വിൽ ബി സ്മൈലിംഗ്, സാഡ് ഫേസ് വിൽ ബി നോട്ട് സ്മൈലിംഗ്. സോ ഇറ്റ് വിൽ ഡിറ്റക്ട് മൈ ഇമോഷൻ ഫ്രം ദിസ് ഡാറ്റാബേസ്. സോ ഡാറ്റാബേസ് വച്ചിട്ടാണ് നമ്മൾ ഇമോഷൻ റിട്രീവ് ചെയ്യുന്നത്. സോ 5 ഇവിടെ 1 2 3 4 5 എന്ന് കൊടുക്കാൻ കാരണം ഇത് ആ ഓർഡറിലേ പോവുള്ളൂ. സോ 1 എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആപ്ലിക്കേഷൻ, 2 ഇസ് ആക്സസ് വെബ് ക്യാം, 3 ഇസ് ഗെറ്റ് എ ഫോട്ടോ, 4 ഡിറ്റക്ട് ഫേസ്. നെക്സ്റ്റ് 5 എന്ന് പറയുന്നത് ഡാറ്റാബേസിനോട് മൂഡ് റിട്രീവ് ചെയ്യാൻ പറയുകയാണ്. സോ ഡാറ്റാബേസ് എന്ത് ചെയ്യും? മൂഡ് റിട്രീവ് ചെയ്യും. അത് ഡിവൈസ് യൂസറിന് കൊടുക്കും. സോ യൂസർ ഡിസ്പ്ലേ മൂഡ് യൂസറിന് കിട്ടി. നെക്സ്റ്റ് 8 എന്ന് പറയുന്നത് ഡിവൈസ് എന്ത് ചെയ്യും? ഇപ്പോൾ യൂസറിൻ്റെ അടുത്ത് മൂഡ് എന്താണെന്നുണ്ട്, ഇപ്പോൾ സേ ഐ എം ഹാപ്പി മൂഡിലാണ് ഞാൻ. സോ ഡിവൈസ് ഓൾസോ ഡസ് സംതിങ് ലൈക്ക് ഹി റിട്രീവ്സ് ഡിവൈസ് വിൽ റിട്രീവ് ദ മ്യൂസിക്. സോ ഹാപ്പി ആയിട്ടുള്ള മ്യൂസിക് ഡാറ്റാബേസിൽ പോയി എടുക്കും. എന്നിട്ട് ഡാറ്റാബേസ് വിൽ ജനറേറ്റ് എ പ്ലേലിസ്റ്റ് ഓഫ് ഹാപ്പി മ്യൂസിക്. ഹാപ്പി ആയിട്ടുള്ള കുറച്ച് സോങ്സ് സെലക്ട് ചെയ്യുന്നത് ഡാറ്റാബേസിൻ്റെ ജോലിയാണ്. ഹി വിൽ ബി ഗിവൺ ഇറ്റ് ടു ഡിവൈസ് ആൻഡ് ദാറ്റ് വിൽ ബി ഗിവൺ ബാക്ക് ടു ദി യൂസർ. അപ്പോൾ യൂസറിന് പ്ലേലിസ്റ്റ് കിട്ടുന്നു. This is the sequence diagram for an emotion based music player. So ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാകില്ല. ബട്ട് വി ക്യാൻ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ഹൗ ദിസ് സിസ്റ്റം വിൽ വർക്ക് അറ്റ് ദി ലാസ്റ്റ് സ്റ്റേജ്. നമ്മളുടെ കയ്യിലേക്ക് ഇങ്ങനൊരു സിസ്റ്റം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആ സിസ്റ്റത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് യൂസർ ഓപ്പൺ ചെയ്യുന്നു, ഡിവൈസ് വെബ് ക്യാം ആക്സസ് ചെയ്യുന്നു, ആൻഡ് ഹി ഗെറ്റ്സ് എ ഫോട്ടോ. the device will get a photo, then the യൂസറിൻ്റെ ആ ഫോട്ടോയിൽ നിന്ന് ഡിവൈസ് വിൽ ഡിറ്റക്ട് ഫേസ് ആൻഡ് ഡിവൈസ് വിൽ യൂസ് എ ഡാറ്റാബേസ് ടു റിട്രീവ് മൂഡ്. ആ മൂഡ് റിട്രീവ് ചെയ്ത് ഡിവൈസിന് കിട്ടുന്നു. ആ മൂഡ് നമ്മുടെ യൂസറിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ദെൻ ഡാറ്റാബേസ് മ്യൂസിക് റിട്രീവ് ചെയ്യുന്നു, പ്ലേലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് ഡിവൈസിന് കൊടുക്കുന്നു. ഡിവൈസ് വിൽ ഗിവ് ദി യൂസർ എ പ്ലേലിസ്റ്റ് ബാക്ക്. ദിസ് ഈസ് ഹൗ ദി സീക്വൻസ് ഡയഗ്രാം വർക്ക്സ്. ഇവിടെ ഈ 1 2 3 4 വെച്ച് നമ്പർ ഇട്ടേക്കുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സീക്വൻസ് ആണ് ഇവിടെ വാട്ട് മാറ്റേഴ്സ്. സോ ഇവിടെ നമ്പറിങ് ഇല്ല എങ്കിൽ ഏതാദ്യം ഇതിൻ്റെ ആ ഓർഡർ നോക്കിയാലും മതി. 1 2 3 ഇല്ല എങ്കിൽ ഫസ്റ്റ് ലൈൻ ആദ്യത്തെ നമുക്ക് പാരലലി 2 ലൈൻ അടുപ്പിച്ച് നേരെ വരയ്ക്കാൻ പറ്റില്ല. ഒരെണ്ണം കഴിഞ്ഞാണ് അടുത്തത് വരുള്ളൂ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ്.
സോ ഇതിൻ്റെ അകത്ത് ആ ഓർഡറാണ് 5 കഴിഞ്ഞ് 6, ഇപ്പോൾ 6ഉം 7ഉം ഓൾമോസ്റ്റ് പാരലായിട്ടാണ് നടക്കുന്നത്. ബിക്കോസ് അത് രണ്ടും രണ്ട് സ്ഥലത്ത്, രണ്ട് ആൾക്കാരിപ്പോൾ ഡിവൈസ് യൂസറിന് കൊടുക്കുന്നു, ഡാറ്റാബേസ് ഡിവൈസിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണത് രണ്ടും ഒരുപോലെ വന്നത്. അല്ലാതെ ഇപ്പോൾ ഡിവൈസ് ആൻഡ് യൂസർ തമ്മിൽ 2 വര ഒരുമിച്ച് വരില്ല. സോ ബെനിഫിറ്റ്സ് ഓഫ് എ സീക്വൻസ് ഡയഗ്രാം. സീക്വൻസ് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് we can explore any real application or system. Sequence diagrams are used to represent message flow from one object to another object. Easier to maintain ആണ്, easier to generate ആണ്, easily update ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിന് ചേഞ്ചസ് വരുമ്പോൾ നമുക്കത് ഇഷ്ടം പോലെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. It allows reverse as well as forward engineering. സോ ഇതൊക്കെയാണ് സീക്വൻസ് ഡയഗ്രത്തിൻ്റെ ബെനഫിറ്റ്സ്. ഇതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ടൂ മെനി ലൈഫ് ലൈൻസ് ഒരു സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലെക്സ് ആയിപ്പോവും. പിന്നെ ഓർഡർ ഓഫ് മെസ്സേജ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ 1ന് പകരം 2 എഴുതി പോയി കഴിഞ്ഞാൽ ദെൻ ഇൻകറക്റ്റ് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Sequence diagram need to be represented using different message notation, which can be little complex. Type of message decide the type of sequence inside the diagram. ഇതൊക്കെയാണ് drawbacks. Next is collaboration diagram. So collaboration diagram എന്ന് പറഞ്ഞാൽ it represent the relationship and interaction among software objects. സോ ഇൻ്ററാക്ഷൻസ് എമംഗ് സോഫ്റ്റ്വെയർ ഒബ്ജക്ട്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. 2 ലൈഫ് ലൈൻസ് തമ്മിലുള്ള ബന്ധം ആണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത് യൂസിങ് എ കൊളാബറേഷൻ ഡയഗ്രാം. ദേ ആർ യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഒബ്ജക്റ്റ് ആർക്കിടെക്ചർ വിത്തിൻ ദ സിസ്റ്റം റാദർ ദാൻ ഫ്ലോ ഓഫ് മെസ്സേജ്. സോ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് കൊളാബറേഷൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. മെസ്സേജ് പാസിങ് മാത്രമല്ല ഇവിടെ നടക്കുന്നത്. സോ കൊളാബറേഷൻ ഡയഗ്രത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഇതൊരു ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ആണ്. ഇറ്റ് എംഫസൈസ് ദി സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഓഫ് ഇൻ്ററാക്ഷൻ ഡയഗ്രാം. സോ നമുക്ക് സ്ട്രക്ചറലിൻ്റെയും ബിഹേവിയറലിൻ്റെയും ഒരു കോമ്പിനേഷൻ കിട്ടും യൂസിങ് കൊളാബറേഷൻ ഡയഗ്രാം. എങ്ങനെ 2 ലൈഫ് ലൈൻസ് തമ്മിൽ കണക്റ്റ് ചെയ്യാം എന്നുള്ളത് ഈ കൊളാബറേഷൻ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. സീക്വൻസ് ഡയഗ്രാം പോലെ തന്നെയാണ് കൊളാബറേഷൻ ഡയഗ്രാം. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ലൈഫ് ലൈൻസിന് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് കൊടുത്തിട്ടില്ലേ അതിന് ടെയിൽ ഇല്ല. അതായത് എൻഡ് വരെ നമ്മൾ വരയ്ക്കുകയല്ല, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ദേ ഇവിടെ കണ്ടോ, ലൈഫ് ലൈൻ 1ഉം ലൈഫ് ലൈൻ 2ഉം തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുവാണ്. സോ അല്ലാതെ താഴത്തേക്ക് ലൈൻ വരച്ചേക്കോ അല്ല. അതാണ് അവിടുത്തെ വ്യത്യാസം. മെസ്സേജ് പാസ്ഡ് ഓവർ സീക്വൻസിങ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ നമ്പറിങ് ഈച്ച് മെസ്സേജ് ഹൈറാർക്കിക്കലി. ഇവിടെയും പഴയ പോലെ തന്നെ മെസ്സേജ് പാസ് ചെയ്തേക്കുന്നതിന് നമ്പർ ഇടുവാണ്. 1 2 3 എന്ന് പറഞ്ഞ് സീക്വൻസ് ഡയഗ്രാം പോലെ നമ്പർ ഇടുവാണ്. സോ കമ്പയർഡ് ടു സീക്വൻസ് ഡയഗ്രാം, കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ഇസ് സെമാൻറ്റിക്കലി വീക്കാണ്. മറ്റേതിൽ കുറേ വൈഡ് സിനാരിയോസ് നമുക്ക് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് ഡയഗ്രാം ഒരു സ്പെഷ്യൽ കേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം ആണ്. It allow you to focus on elements rather than focusing on message flow. So ഇവിടെ നമ്മൾ ആ ഒബ്ജക്ട്സിനും അതിൻ്റെ അകത്തുള്ള എലമെൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ തമ്മിലുള്ള ഫ്ലോ ഓഫ് മെസ്സേജിന് മാത്രം അല്ല. സോ സീക്വൻസ് ഡയഗ്രത്തിനെ നമുക്ക് കൊളാബറേഷൻ ഡയഗ്രാമായിട്ട് ഈസിലി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് വെരി എക്സ്പ്രസീവ്, പക്ഷേ ഇത് അത്രയ്ക്ക് എക്സ്പ്രസീവ് അല്ല. ഇത് തമ്മിൽ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. സീക്വൻസ് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ക്ലിയർലി ഫ്ലോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. വൈൽ മോഡലിംഗ് കൊളാബറേഷൻ ഡയഗ്രാം വിത്ത് റെസ്പെക്ട് ടു സീക്വൻസ് ഡയഗ്രാം, സം ഇൻഫർമേഷൻ മേ ബി ലോസ്റ്റ്. So components of collaboration diagram, there is an actor, object name that is class, object that is class name, message അയക്കുന്നുണ്ട് അവർക്ക് തമ്മിൽ. then class name വേറെ വരാം.
സോ ഡിഫറെൻറ്റ് ക്ലാസ്സസ് അവർ തമ്മിലുള്ള മെസ്സേജ് ഫ്ലോയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ദിസ് ഇസ് ആൻ ഇൻട്രാക്ഷൻ ഡയഗ്രാം. ലോഗിൻ സിസ്റ്റം, ഒത്തൻറ്റിക്കേഷൻ സിസ്റ്റം ആൻഡ് സ്റ്റുഡൻറ്റ് ഡാറ്റാബേസ് ആണ്. സോ ലോഗിൻ സിസ്റ്റം, റിക്വസ്റ്റ് ലോഗിൻ, അതാണ് ഒത്തൻറ്റിക്കേഷൻ സിസ്റ്റവും ലോഗിൻ സിസ്റ്റവും തമ്മിൽ ഉള്ള ബന്ധം. സോ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് 1 is fill the login details. So authentication system checks the details in a student database and return access. Okay, so login system, authentication system, student system തമ്മിലുള്ള ബന്ധം ഇവിടെ മനസ്സിലായി. അവർ തമ്മിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ലോഗിൻ സിസ്റ്റം എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ ലോഗിൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ട് ഫിൽ ദി ലോഗിൻ ഡീറ്റെയിൽസ് ചെയ്തിട്ട് ഒത്തൻറ്റിക്കേഷൻ സിസ്റ്റത്തിന് അങ്ങ് കൊടുക്കും. ഒത്തൻറ്റിക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യും? ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യും. എവിടെ പോയി? സ്റ്റുഡൻറ്റ് ഡാറ്റാബേസിൽ പോയി. എന്നിട്ട് ഇറ്റ് റിട്ടേൺസ് ആക്സസ് ബാക്ക് ടു ദി ഒത്തൻറ്റിക്കേഷൻ സിസ്റ്റം. So difference between sequence and collaboration diagram. First one is sequence diagram, second one is collaboration diagram. Sequence diagram ഇതുപോലെ ലൈഫ് ലൈൻസ്, നമ്മൾ ഇവിടുത്തെ മെസ്സേജസ് ആണ് ഇമ്പോർട്ടൻറ്റ്, മെസ്സേജ് അതിൻ്റെ ഓർഡർ ആണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ കൊളാബറേഷൻ ഡയഗ്രത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് മെസ്സേജസ്, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ലൈഫ് ലൈൻസ് തമ്മിലുള്ള റിലേഷൻ ആണ് ഇമ്പോർട്ടൻസ്. എന്തൊക്കെ അവർ തമ്മിൽ എന്തൊക്കെ റിലേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് കുറേ കൂടി ഇമ്പോർട്ടൻസ് ദാൻ മെസ്സേജസ്. ടൈമിംഗ് ഡയഗ്രാം, അടുത്തത് ടൈമിംഗ് ഡയഗ്രാം ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എങ്ങനെയായിരിക്കും ഒരു ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫ്രം വൺ ഫോം ഇൻ ടു അനദർ. It does not contain notations as required in sequence and collaboration diagram. Flow between software program at various instances of time is represented using a waveform. സോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് നൊട്ടേഷനും കാര്യങ്ങളൊന്നുമില്ല. ഒരു വേവ് ഫോം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വച്ചിട്ട് നമുക്ക് സിസ്റ്റമിൻ്റെ ഡിഫറെൻറ്റ് ചേഞ്ചസ് കാണിക്കാനായിട്ട് പറ്റും. റിക്വയർമെൻറ്റ് അനാലിസിസിൽ തുടങ്ങി കുറച്ച് നാൾ നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണ്. സോ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ് വേണം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു യു ആർ മേക്കിംഗ് എ ഹാൻഡ് സാനിറ്റൈസർ. സോ ആ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ നിങ്ങളുടെ കോളേജ് ഉണ്ടാക്കിയ പോലെ ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുകയാണ് എങ്കിൽ വാട്ട് ആർ ദി റിക്വയർമെൻറ്റ് അനാലിസിസ്. സോ എന്തൊക്കെ സംഭവിക്കണം? ഇറ്റ് ഷുഡ് ബി ഓട്ടോമാറ്റിക്. വാട്ട് ഓൾ ആർ നെസസറി ഫോർ ദാറ്റ്. ദർ മസ്റ്റ് ബി നോ ടച്ചിങ്. സോ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത്, അത് പോസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ വി ഗോ ഫോർ എ ഡിസൈൻ. സോ യു മേക്ക് എ ഡിസൈൻ ഓഫ് ഹൗ യുവർ സിസ്റ്റം വിൽ ബി. ഡിസൈൻ ഫേസ് കുറച്ച് നാൾ നിൽക്കും. സോ റിക്വയർമെൻറ്റ് അനാലിസിസ് കുറച്ച്, അതാണ് ആ ഒരു വെർട്ടിക്കൽ ലൈൻ, അത്രയും ടൈം നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് ചെയ്യുന്നു. ദെൻ വി മൂവ് ഇൻ ടു ഡിസൈൻ. ഡിസൈൻ കുറേ കാലം ചെയ്യുന്നു. ദെൻ വി മൂവ് ഇൻ ടു ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് കുറച്ച് ടൈമേ എടുത്തോളൂ. ആഫ്റ്റർ ദാറ്റ് വി എഗെയിൻ മൂവ് ബാക്ക് ടു ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത്. ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഡിസൈൻ വെച്ച് പറ്റില്ല. സോ വി എഗെയിൻ മൂവ് ബാക്ക് ടു ഡിസൈൻ. സോ ദിസ് ഈസ് ടൈമിംഗ് ഡയഗ്രാം. So we can keep track of every changes inside the system. So this is the basic difference between sequence and collaboration diagram. So basic differences. So sequence diagram represent the UML which is used to visualize sequence of calls in a system to perform specific functionality. Collaboration diagram പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഓർഗനൈസേഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഇൻട്രാക്ഷൻ ആണ്. സീക്വൻസ് ഡയഗ്രത്തിൽ സീക്വൻസ് ഓഫ് മെസ്സേജസ് ഫ്ലോയിങ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആൻഡ് അതർ ആയിരുന്നു. ഇവിടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് സിസ്റ്റം ആണ് കൊളാബറേഷൻ ഡയഗ്രത്തിന്. സോ സീക്വൻസ് ഡയഗ്രാം ഇസ് യൂസ് വെൻ ടൈം സീക്വൻസ് ആണ് മെയിൻ ഫോക്കസ് വരുമ്പോഴാണ് സീക്വൻസ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. കൊളാബറേഷൻ ഡയഗ്രാം യൂസ് ചെയ്യുമ്പോൾ
ഒബ്ജക്റ്റിൻ്റെ ഓർഗനൈസേഷന് മെയിൻ ഫോക്കസ് വരുമ്പോൾ വി യൂസ് കൊളാബറേഷൻ ഡയഗ്രാം. സോ സീക്വൻസ് ഡയഗ്രാം ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ അനാലിസിസ് ആക്ടിവിറ്റീസ്. Collaboration diagrams are better suited for simple interaction of smaller number of objects. Okay, so that's all about our activity diagram. So thank you so much. Next video we will be discussing about activity diagrams. Thank you.